ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും എല്ലാ കൃപയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 32 മത്സ്യാവതാരം. നമ്മൾ 7-ാം ശ്ലോകം വരെ വായിച്ചു. അവസാനത്തെ 7-ാം ശ്ലോകത്തിൽ എന്താ വായിച്ചത്? മുന്നേ ഭഗവാന്റെ കൽപ്പന അനുസരിച്ച് മത്സ്യമൂർത്തിയായി വരുമ്പോൾ ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ, അതായത് ഈ തോണിയും മത്സ്യത്തിൻ്റെ കൊമ്പും കൂടെ ചേർത്ത് ബന്ധിക്കുമ്പോൾ മത്സ്യം ഇങ്ങനെ പോകും, എല്ലായിടവും നീന്തി പോകുമ്പോൾ തോണി അങ്ങനെ കൊണ്ടു നടക്കും. അതിനുവേണ്ടി ഈ കൊമ്പിൽ ബന്ധിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് അവർ തോണിയും മത്സ്യത്തിൻ്റെ കൊമ്പും കൂടെ ചേർത്ത് ബന്ധിച്ചു. അങ്ങനെ തോണി സഞ്ചരിച്ച് തുടങ്ങി. അതാണ് നമ്മൾ വായിച്ചത്. 8-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 8. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗൽ വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശൻ ആചാരി. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗൽ വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശൻ ആചാരി. ഈ ശ്ലോകത്തിൽ മത്സ്യമൂർത്തിയായ ഭഗവാൻ ഭൂമിയാകുന്ന തോണി ഇച്ഛാ അനുസരണം വലിച്ചു നടന്ന്, അതായത് എല്ലായിടവും ഈ മത്സ്യം എല്ലായിടവും ഈ തോണിയും കൊണ്ട് ഇങ്ങനെ നീന്തി പോയി സത്യവ്രതാദികൾക്ക്, അതായത് സത്യവ്രതനെയും പിന്നെ 7 സപ്തർഷിമാർ, അവർക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും കാട്ടിക്കൊടുത്തു. എല്ലാവരുടെയും ചുറ്റിലും എല്ലായിടവും നടക്കുമ്പോൾ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ. അങ്ങനെ അല്ലാതെ ഭൂമിയിലൊന്നും കാണാനില്ല, എല്ലാം സമുദ്രമാണ്. എങ്കിലും അതിൻ്റെ നാനാ ഭാഗങ്ങൾ, ഓരോ തരത്തിലെ കിഴക്കും തെക്കും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ഭഗവാൻ ഇങ്ങനെ ഈ മത്സ്യമൂർത്തിയായി എല്ലായിടവും കൊണ്ടുവന്നിട്ട് ഇതെല്ലായിടവും നാനാവശവും ഭാഗങ്ങളും കാട്ടിക്കൊടുത്തു. തോണി സഞ്ചരിക്കവേ സത്യവ്രതൻ ഭഗവാനെ വഴിയാവണ്ണം സ്തുതിച്ചു കൊണ്ടിരുന്നു. അതൊരു ഭക്തൻ എങ്ങനെയാണ്? എവിടെ ഇരുന്നാലും അവരുടെ കർമ്മം അതാണല്ലോ. ആ ഭക്തിയുള്ളവർക്കേ അതറിയാൻ പറ്റും. നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലായാലും എവിടെ ആയാലും അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലായാലും നമ്മൾ ചെയ്യേണ്ട കൃത്യനിഷ്ഠ അവിടെ ചെയ്തിരിക്കും. അപ്പോൾ ഇദ്ദേഹം എന്ത് വന്നു? ആ തോണിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയും ചെയ്യുന്നു, ഭഗവാനെ വഴിയാമണ്ണം സ്തുതിച്ചുകൊണ്ടിരുന്നു. മത്സ്യമൂർത്തിയായ ഭഗവാൻ സത്യവ്രതന് അപ്പോഴെന്ത് വന്നു? പരമജ്ഞാനം ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അപ്പോൾ ഭഗവാൻ എപ്പോഴെന്താ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഭഗവാനെ ഇങ്ങനെ വഴിയാമണ്ണം സ്തുതിക്കുന്നൊരു ഭക്തരെ കിട്ടിയ ഭഗവാൻ എപ്പോഴെന്ത് ചെയ്യും? ഭഗവാനിങ്ങനെ പരമജ്ഞാനങ്ങളെല്ലാം യഥാർത്ഥമായിട്ട് വേണ്ടുന്നതൊക്കെയും ഭഗവാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു ഉപദേശങ്ങൾ. അത്രയും ഒരു ഭാഗ്യം ആ സത്യവ്രതനുണ്ടായി. നമുക്കും എപ്പോഴും ഭഗവാനെ ഇങ്ങനെ എവിടെ പോയാലും ആരുടെ വീട്ടിലിരുന്നാലും നമ്മളെ കൃത്യനിഷ്ഠ മുടങ്ങാതെ മനസ്സിലെങ്കിലും ആ ചിന്ത, ആ ഭഗവാനുള്ള ഓർമ്മ നമ്മൾ എവിടെയോ ഇരുന്നോട്ടെ. നമ്മൾ വലിയൊരു കാഴ്ച കാണാൻ തന്നെ ഇരുന്ന് കൂട്ടിക്കോ, എന്തെങ്കിലും വല്ല ഫങ്ഷനുകളോ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ പോകേണ്ടി വന്നാൽ പോകും. അപ്പോഴും നമുക്ക് സന്ധ്യാസമയങ്ങളോ ചില സമയത്ത് നമുക്ക് കൃത്യനിഷ്ഠ, അയ്യോ എൻ്റെ കൃത്യനിഷ്ഠ മുടങ്ങി പോകുമല്ലോ. അപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഈശ്വരനോടുള്ളൊരു പ്രത്യേക ഒരു സമയം നമുക്ക് അന്നേരം നമുക്ക് ഉള്ളം ഉണരും. അങ്ങനെയാണ് വേണ്ടത്. എല്ലാവരും കണ്ണ് തുറന്നിരുന്ന് പിന്നെ ഉറങ്ങും. എങ്ങനെയാ? ഈ ലൗകികമായ ജീവിതം ഉള്ളവരെല്ലാം കണ്ണ് തുറന്നിരിക്കും, പക്ഷേ ഉള്ളം ഉറങ്ങും. എന്നാൽ യഥാർത്ഥ ഒരു ഭക്തൻ എന്ത് ചെയ്യും? കണ്ണ് അടച്ചിരിക്കുകയും ചെയ്യും, ഉള്ളം ഉണർന്നിരിക്കുകയും ചെയ്യും. എന്താ ഉള്ളം ഉണരുക? ഈ ലോകത്തിലെ കണ്ട് മതിമറന്നിരിക്കത്തില്ല. ആ ഭക്തൻ്റെ ഉള്ളിൽ ആ പരമാത്മാവിനെ അപ്പോൾ ഉണർന്നിരുന്ന് അവരുമായിട്ട് സമ്മേളിച്ചുകൊണ്ടിരിക്കും, ഈശ്വരനുമായിട്ട് ലയിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒരു ഭക്തൻ. ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇവിടെ സത്യവ്രതൻ എപ്പോഴും എന്ത് ചെയ്തു? ഈ ലോകം ഇങ്ങനെ വള്ളത്തിലിങ്ങനെ പോകുമ്പം കാഴ്ച മാത്രം കണ്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച് സ്തുതിച്ചും കൊണ്ടേയിരുന്നു. മത്സ്യമൂർത്തിയാണല്ലോ വലിച്ചുകൊണ്ട് പോകുന്നത് ഈ വള്ളം.
അപ്പോൾ ഇദ്ദേഹം ഈ കാഴ്ച, ഈ പുറമേയുള്ള വെള്ളവും ഈ ഭംഗികളൊന്നുമല്ല, അയ്യോ സമുദ്രം ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ള ഭംഗി കണ്ടല്ല ഇരുന്നത്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നെന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ മത്സ്യമൂർത്തിയായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യവ്രതന് ഭഗവാൻ എന്ത് ചെയ്തു? പരമജ്ഞാനം ഉപദേശിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ സഞ്ചരിച്ചു. എത്ര കാലമാ അങ്ങനെ സഞ്ചരിച്ചത്? അപ്പോൾ അത്രയും ജ്ഞാനം ഭഗവാൻ ഇവിടെ സത്യവ്രതന് കൊടുത്തു എന്നതാണ്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 9. കൽപ്പാവധു സപ്തമുനീൻ പുരേവൽ പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനും ആദധാന ക്രോധാൽ ഹയഗ്രീവം അഭിദ്രുതോഭൂ. കൽപ്പാവധൗ സപ്തമുനീൻ പുരേവൽ പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വതാഖ്യം മനും ആദധാന ക്രോധാൽ ഹയഗ്രീവം അഭിദ്രുതോഭൂ. ഈ ശ്ലോകത്തിൽ ഭഗവാൻ നാരായണൻ ഗുരുവായൂരപ്പൻ അവിടുന്ന് പ്രളയ അവസാനം, അതായത് പ്രളയത്തിൻ്റെ അവസാനം, അതായത് ഇവിടെ ബ്രഹ്മാവിൻ്റെ ഉറക്കമാണല്ലോ പ്രളയം, അപ്പം ബ്രഹ്മാവ് ഇവിടെ ഉണരുമല്ലോ, അതാണ് അവസാനം. സപ്തർഷികളെ പഴയപടി അവരവരുടെ സ്വസ്ഥാനത്ത് ആക്കി. അപ്പോൾ ഇവിടെ പ്രളയം അവസാനിച്ചാൽ എത്ര നാൾ പ്രളയം ഉണ്ടായിരുന്നു അത്രയും നാൾ ഇവരിങ്ങനെ കറങ്ങി നടന്നിട്ട് സപ്തർഷികളെ എന്ത് ചെയ്തു? പഴയപടി എവിടെ ആയിരുന്നു അവർ നേരത്തെ അവരുടെ സ്ഥാനങ്ങൾ അവരവരുടെ സ്വസ്ഥാനങ്ങളിലാക്കി. ആ സത്യവ്രതനെ വൈവസ്വത മനു എന്നു പേരുള്ള മനുവാക്കി വാഴിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഭക്തിയും സത്യവ്രതനെ അങ്ങനെ ഈ മത്സ്യം തന്നെ കൈക്കുമ്പിളി കയറി അദ്ദേഹമാണല്ലോ ഈ മത്സ്യത്തിനെ കുടത്തിലും കിണറ്റിലും കുളത്തിലും തടാകത്തിലും എല്ലാം ഇങ്ങനെ ആക്കി അങ്ങനെയുള്ളൊരു സത്യവ്രതനാണല്ലോ. ഭഗവാനുള്ള ചിന്തയിൽ അന്നോട്ടേ കുഞ്ഞു മത്സ്യമായിരുന്ന സമയത്തേ ഉള്ള ആ സത്യവ്രതനെ ഭഗവാൻ എന്ത് ചെയ്തു? വൈവസ്വത മനു എന്ന പേരുള്ള മനുവാക്കി വാഴിച്ചു. പിന്നെ എന്ത് ചെയ്തു ഭഗവാൻ? ക്രോധത്തോടെ ദേഷ്യത്തോടെ എന്ത് ചെയ്തു? വേദങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയ ഹയഗ്രീവനുണ്ടല്ലോ, അയാളെ ക്രോധത്തോടെ ഭഗവാൻ എന്ത് ചെയ്തു? അവരെ നേർക്ക് കുതിച്ചങ്ങ് ചാടി. കാരണം ബ്രഹ്മാവ് ഉണരുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ മുഖത്ത് നിന്നാണല്ലോ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്താണല്ലോ ഈ ഹയഗ്രീവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ബ്രഹ്മാവ് ഉണരുമ്പോൾ ഈ വേദങ്ങൾ കൊണ്ട് കൊടുക്കണ്ടേ? അതിന് ഭഗവാൻ എന്ത് ചെയ്ത്? പിന്നെ ഈ സത്യവ്രതനെ വൈവസ്വത മനു എന്നു പേരുള്ള മനുവാക്കി വാഴിച്ചിട്ട് ക്രോധത്തോടെ അപഹരണം നടത്തിയ വേദം മോഷ്ടിച്ചുകൊണ്ട് പോയ ഹയഗ്രീവൻ്റെ നേർക്ക് കുതിച്ചെത്തി. അവർ തമ്മിൽ പോരാടി. ഭഗവാനും ഈ ഹയഗ്രീവനായിട്ട് പോരാടി. നമുക്ക് 10-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 10. സുതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രപഞ്ചനാകാരപദേ പ്രപായ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രപഞ്ചനാകാരപദേ പ്രപായ. ഇവിടെ ഈ ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ നാരായണ ഗുരുവായൂരപ്പ, അങ്ങ് ഉഗ്രമായ കൊമ്പുകൊണ്ട്, അത്ര കഠിനമായ കൊമ്പാണ് ഈ മത്സ്യത്തിന്, അത്ര വലിയ മത്സ്യമല്ലയോ, അപ്പം അത്രമാത്രം ഭയങ്കര കൊമ്പ്. ആ കൊമ്പിലാണല്ലോ ഈ തോണി വച്ച് ബന്ധിച്ചത്. അങ്ങനെയുള്ള ഭഗവാന്റെ ആ അതായത് മത്സ്യമൂർത്തിയായ കൊമ്പ് കൊണ്ട്, ആ ഉഗ്രമായ മത്സ്യത്തിൻ്റെ കൊമ്പ് കൊണ്ട്, അത് ഭഗവാനാണ്, അത് കുത്തി മാറ് പിളർന്നു ആരുടെയാ? ഹയഗ്രീവനെ. എന്നിട്ട് കുത്തി മാറ് പിളർന്ന് ഹയഗ്രീവനെ വീഴ്ത്തിയിട്ട് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി സന്തോഷിപ്പിച്ച ഭഗവാനെ. അങ്ങനെ പ്രാർത്ഥിക്കുക ഇത് ഭട്ടതിരിപ്പാട്. ഭഗവാനെ തൻ്റെ ഉഗ്രമായ മത്സ്യമൂർത്തിയുടെ ഉഗ്രമായ കൊമ്പുകൊണ്ട് കുത്തി മാറ് പിളർന്ന് ഹയഗ്രീവനെ വീഴ്ത്തിയിട്ടാണ് വേദങ്ങൾ വീണ്ടെടുത്തത്. എന്നിട്ട് ആ ബ്രഹ്മാവിന് നൽകി. അങ്ങനെ ബ്രഹ്മാവിന് കൊണ്ടുകൊടുത്ത് സന്തോഷിപ്പിച്ച ഭഗവാനെ, അവിടുന്ന് കൃപാപൂർവം എൻ്റെയും ദുഃഖങ്ങളെ അകറ്റി എന്നെ രക്ഷിക്കണമേ.
അങ്ങനെ മറ്റുള്ളവർക്ക് ഇത്രയെല്ലാം ഭഗവാൻ ഇങ്ങനെയെല്ലാം സ്നേഹപൂർവ്വം കൃപാപൂർവ്വം എല്ലാം ചെയ്യുന്നപ്പോൾ ഇതെല്ലാം ഭഗവാനെ ഇങ്ങനെ ഓർത്ത് വർണ്ണിക്കുന്നു. ഭട്ടതിരിപ്പാട് ഇങ്ങനെയെല്ലാം ഭഗവാൻ ചെയ്തില്ലേ, അന്ന് ഭഗവാന്റെ ആ മത്സ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ കൊമ്പ് കൊണ്ട് ഹയഗ്രീവനെ കുത്തി വീഴ്ത്തി വേദങ്ങളെല്ലാം വീണ്ടെടുത്തില്ലേ, അങ്ങനെയുള്ള ഭഗവാനെ അടിയനെ, അതായത് ഈ ഭട്ടതിരിപ്പാടിൻ്റെ രോഗങ്ങളെല്ലാം മാറ്റി രക്ഷിക്കണമേ, എന്നിവിടെ എൻ്റെ ദുഃഖം തീർക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് എത്രമാത്രം ഓരോ വിഷയങ്ങളും പറയുമ്പോഴെല്ലാം ഇങ്ങനെ ഓരോ ദശകത്തിലും ഇദ്ദേഹം ഇത്രയും ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് ഇത് പറയും. നമ്മൾ ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു സത്യത്തിൽ, അത് ഒരു മനുഷ്യനായിരുന്നല്ലോ, നമുക്ക് അറിയാവുന്നൊരു എത്രയോ അടുത്തറിയുന്ന രീതിയിലല്ലയോ ഈ ഭട്ടതിരിപ്പാടിൻ്റെ കഥ നമുക്ക് അറിയാവുന്നേ. ഇത് വെറുതെ ഉണ്ടാക്കിയിട്ടതാണോ ഇത്? ആ ഭട്ടതിരിപ്പാട് ഇങ്ങനെയെല്ലാം പറഞ്ഞതാണല്ലോ. നമ്മളും മനുഷ്യരാണ്, അദ്ദേഹവും മനുഷ്യൻ തന്നെയായിരുന്നു. നമ്മൾ എത്രമാത്രം ഭഗവാനെ ഒരു നേരം വെളുത്താൽ ചിലപ്പോൾ ഒന്ന് പറഞ്ഞാലായോ ഭഗവാനെ എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഇന്ന ദുഃഖങ്ങൾ, ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഇദ്ദേഹം ഭഗവാനെ ഇങ്ങനെ ഭാഗവതം മൊത്തവും അരച്ച് കലക്കി കുടിച്ചിട്ടാണല്ലോ ഇത്രയെല്ലാം വർണ്ണിക്കുന്നത്. അങ്ങനെ അതിൽ കിടക്കുന്നതെല്ലാം ഭഗവാനെ ഇങ്ങനെ ഓരോരോ ദശകത്തിലും വർണ്ണിച്ച് ഓരോ എന്തെല്ലാം ഭഗവാൻ ചെയ്യുന്നു അതൊക്കെ ഇങ്ങനെ വർണ്ണിച്ചിട്ടാണ് ഭഗവാനെ, അങ്ങനെയുള്ള നാരായണ എൻ്റെ ഈ വാതരോഗത്തെ, എൻ്റെ മനസ്സിൻ്റെ രോഗത്തെ, എൻ്റെ ദേഹത്തിൻ്റെ രോഗത്തെ, എൻ്റെ ദുഃഖത്തെ എല്ലാം തീർത്ത് തരണമേന്ന് എത്രമാത്രം ഭക്തിപൂർവ്വമാണ് ഈ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. നമ്മളത് ചിന്തിക്കാത്ത എന്താ? നമുക്കും അങ്ങനെയല്ലേ വേണ്ടുന്നത്. എന്നിട്ട് ഇനി അവിടെ ഈ സത്യവ്രതൻ്റെ വിവസ്വാൻ്റെ പേരിനെ അവലംബിച്ചാണ് വൈവസ്വതനായത്. സത്യവ്രതനെ ഇങ്ങനെ വൈവസ്വതൻ എന്നുള്ളതാണല്ലോ മനു ആക്കി വെച്ചത്. അതാണ് വിവസ്വാൻ എന്ന പേരാണ് ഇവിടെ വൈവസ്വതനായത് ഇത് സത്യവ്രതൻ. പിന്നെ അപ്പോൾ മനു ആയി തീർന്ന്, അതാണ് ഇവിടെ പറയുന്നത്. നമുക്കിനി ഇത് ഇത്രയേ ഉള്ളൂ. ദശകം ഇനി 33 നമുക്ക് അംബരീഷ ചരിതം, അത് നല്ല ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല. എല്ലാം ഇങ്ങനെ പുസ്തകം ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചു ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ 2 ദിവസം 2 ഇങ്ങനെ വായിച്ച് നോക്കും, അങ്ങോട്ടിടും. ഇനിയിപ്പോൾ ദശകം 33 അടുത്ത അംബരീഷ ചരിതമാണ്. അത് ഭാഗവതത്തിലൊക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് അറിയാം ഇതൊക്കെ കുറേയൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.